ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെറ്റ് എക്സാമിനേഷൻ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇടവേളയിൽ, ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് PYQs ഡിസ്കഷനും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ആൻസേഴ്സിലോട്ട് എത്താം എന്നുള്ളതിന്റെ ഒരു ലൈവ് ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിങ്ങൾ ഭാഗമാണ്. അപ്പൊ നിങ്ങളും അതിന്റെ ഭാഗത്ത് ഇരുന്നു കൊണ്ട് കൃത്യമായിട്ട് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവുക. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാനും അതുപോലെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പ് ഒരു ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി നടത്തിയതാണ്. ഇത് മറ്റൊരു ഡിസ്കഷൻ ആണ് വരുന്നത്. PYQ ഡിസ്കഷന്റെ ഭാഗമായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളിലൂടെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരത്തിലോട്ട് എത്താം, അല്ലെങ്കിൽ എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം, എങ്ങനെയായിരിക്കണം നമ്മുടെ അപ്രോച്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, മിസ് ആക്കാതിരിക്കാനും ശ്രമിക്കുക. സെഷനിൽ വന്നവരൊക്കെ ഒന്ന് ഒരു ഹായ് വിടുക, ജസ്റ്റ് എത്തിയവരൊക്കെ ഒന്ന് ഒരു ഹായ് വിടൂ. നമ്മളൊരു ലൈവ് ഡിസ്കഷനിലോട്ടാണ് പോകുന്നത്, അപ്പൊ ഒരു ഹായ് വിടുക. റെഡി ആയവര് റെഡി ആണെന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്യുക. കൂട്ടത്തില് ഇത് നെറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനത്തെ ഡിസ്കഷൻസ് ആണ് യഥാർത്ഥത്തിൽ അവസാന സമയത്ത് നിങ്ങളെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാം. നോട്ട് ഓൺലി അവസാനം പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡിസ്കഷൻ ഞാൻ നടത്തുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ക്രിസ്റ്റലിന്റെ ഓരോ ഫാക്കൽറ്റീസും അവരുടെ കറസ്പോണ്ടിങ് യൂണിറ്റുകൾ ഡിസ്കഷന് കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ അതൊക്കെ വെയിറ്റ് ചെയ്യുക. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ പഠിക്കണം, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. അതിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷൻ ആണ്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം. എങ്കിലാണ് നമ്മുടെ പഠനത്തിൽ വാല്യൂ എഡ്യൂക്കേഷൻ വരുള്ളൂ. ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ വന്നവരൊക്കെ ഒരു ഹായ് വിട്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇനി സമയം കളയുന്നില്ല. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? റെഡി? ഓക്കെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ചോദ്യങ്ങള് കാണുന്ന സമയത്ത് CBT മോഡലൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഹിന്ദി വേർഷൻ ഒക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ തന്നെ കണ്ടിട്ട് നിങ്ങൾ ലൈവായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുകയും നിങ്ങളൊരു ഓപ്ഷൻ കമന്റ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് നമുക്ക് അത് ഓരോന്നും എടുത്ത് പറഞ്ഞിട്ട് എങ്ങനെ അത് ശരി ഉത്തരമാകുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ ഇസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് വായിച്ചിട്ട് 10 സെക്കൻഡ്സ് കൊണ്ട് ആൻസർ ചെയ്യണം. ഞാൻ ഇവിടെ ടൈമർ നോക്കുന്നുണ്ട്. ഒരു ടൈം സ്റ്റാർട്ട്സ് നൗ. എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 15 സെക്കൻഡ്സ് എടുത്തോ, കുഴപ്പമില്ല. ഓക്കെ, 15 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ആൻസേഴ്സ് പറയാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ നിങ്ങൾ കമന്റ് ചെയ്തിരിക്കുന്ന ആൻസേഴ്സ്, നിങ്ങൾ ലൈവ് സെഷനിൽ വന്നിരിക്കുന്ന ഒരാൾ പോലും ഒരു ആൻസേഴ്സും കമന്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ദ ബെസ്റ്റ് വേ ഫോർ പ്രൊവൈഡിങ് വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് ത്രൂ. ഏത് മെത്തേഡിലൂടെയാണ് നമുക്ക് കുറച്ചുകൂടെ വാല്യൂ എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക? എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ ഉള്ള ഫർദർ ഡിസ്കഷൻ ഞാൻ വരാം. അപ്പോൾ വാല്യൂ എഡ്യൂക്കേഷൻ എങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും? ഡിസ്കഷൻ ഓൺ സ്ക്രിപ്ചറൽ ടെക്സ്റ്റ്, അതായത് റിലീജിയസ് ടെക്സ്റ്റുകൾ ഉണ്ടാവില്ലേ, സ്ക്രിപ്ചേഴ്സ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തുമ്പോൾ വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി കൊടുക്കാൻ പറ്റും. ലെക്ചർ ഓർ ഡിസ്കോസ് ഓൺ വാല്യൂസ്, വാല്യൂസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും അതിന്റെ നല്ല സുവിശേഷങ്ങൾ പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി യെസ്, ചെയ്യാൻ പറ്റും. സെമിനാർസ് ആൻഡ് സിംബോസിയം ഓൺ വാല്യൂസ്, വാല്യൂസിനെ കുറിച്ച് മാത്രം പറയുന്ന സെമിനാറുകളും കൺവെൻഷനുകളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. മെന്ററിങ് റിഫ്ലക്റ്റീവ് സെഷൻസ് ഓൺ വാല്യൂസിലൂടെ പറ്റുമോ? ഡെഫിനറ്റ്ലി പറ്റും. അപ്പൊ ഇത് 4 പറ്റുമെങ്കിൽ, അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ദ ബെസ്റ്റ് വേ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എല്ലാം ശരിയാണ്.
അപ്പൊ നിങ്ങൾ ഇതിൽ ബെസ്റ്റ് ഓപ്ഷൻ ഏത് ചൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കാനാണ്, വിച്ച് വൺ വിൽ ബി ദ മോസ്റ്റ് എഫക്റ്റീവ് വൺ, ദ മോസ്റ്റ് ബെസ്റ്റ് വൺ, ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ദർ യു ആർ. പെട്ടെന്ന് കൊമന്റ് ചെയ്യാത്തവര് പെട്ടെന്ന് കൊമന്റ് ചെയ്യും. നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, സമയം കളയരുത്. കൃത്യമായിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ലോജിക്ക് വരണം. ആ ലോജിക്കും ചിന്താഗതിയും എപ്പോൾ നിങ്ങൾക്ക് വരുന്നോ നിങ്ങൾക്ക് പേപ്പർ 1 നല്ല സ്കോറിംഗ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ JRF നിങ്ങളെ സഹായിക്കുന്നുള്ളതാണ്. അപ്പൊ വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് വേ ഏതാണ്? ഈ വാക്കിന്റെ അർത്ഥം എന്താ? മെന്ററിങ്. ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? റിഫ്ലക്റ്റീവ്. നമ്മൾ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ടീച്ചിങ്ങിലും എന്ത് പറഞ്ഞിട്ടുണ്ട്? മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പഠിച്ചിട്ടുണ്ട്. റിഫ്ലക്റ്റീവ് ലെവൽ കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആണ്. അതായത് ആർക്കാണോ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ലേണർ, പഠിക്കുന്ന സ്റ്റുഡന്റ് ഞാനാണെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് റിഫ്ലക്റ്റീവ് മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ്. ഞാനൊരു പ്രോബ്ലം കണ്ടിട്ട് അതിലൂടെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇനി അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കുക. മെന്ററിങ് പറഞ്ഞ എന്താ? നമുക്ക് വാല്യൂസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ പറയാറുണ്ടോ, നിങ്ങളൊരു സന്യാസിയോ മുനിയോ ഉസ്താദോ അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛനോ ആരെയും എടുക്കുകയാണെങ്കിൽ അവരുടെ കീഴിലായിട്ട് ഒരു മെന്ററിങ് എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു വാല്യൂ എഡ്യൂക്കേഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലല്ലേ? വേണ്ട, ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ സെൽഫായിട്ട് പേപ്പർ 1 പഠിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ചിലപ്പം എവിടൊക്കെ പഠിക്കുന്നു, എന്തൊക്കെ പഠിക്കുന്നു, ഏതൊക്കെ പഠിക്കുന്നു, പക്ഷേ നിങ്ങൾ പേപ്പർ 1 എന്ത് പഠിക്കണം എന്ന് അറിയാവുന്ന ഒരു മെന്ററുടെ അടുത്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് അല്ലേ? അപ്പൊ നിങ്ങൾ പറയും, സർ ഞാൻ ഇത്രയും ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ മെന്റർ ഒന്നുകൂടെ ഗൈഡ് ചെയ്ത് തരും. അപ്പൊ അതല്ലേ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുക ദാൻ സിംപ്ലി നിങ്ങൾ കുറച്ച് സെമിനാറുകളോ ലെക്ചറുകളോ ഡിസ്കഷൻസോ കേൾക്കുന്നതിന് പകരം. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ മെന്ററിങ് സംതിങ് വെരി എഫക്റ്റീവ് ദാൻ അതർ കേസസ്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ശരിയായവർക്ക് സന്തോഷങ്ങൾ, തെറ്റിയവര് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലേണിംഗ് എന്നുള്ളത്. ഓക്കെ, എന്നാലേ കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്താണോ എക്സാമിനേഷന്റെ ഡിമാൻഡ്, വൈ ദിസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഈസ് ഇന്റഗ്രേറ്റഡ് ഇൻ യുവർ പേപ്പർ 1 എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, ദർ ഇസ് യുവർ ഗ്രേറ്റ് ലേണിംഗ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷൻ ആയിട്ട് ഇത് കണ്ടാൽ മതി കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. വാല്യൂ എഡ്യൂക്കേഷൻ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനി സോർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടു ബ്രിങ് അബൌട്ട് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ എ സ്റ്റുഡന്റ്. ഒരു സ്റ്റുഡന്റിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ, പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ദാറ്റ് ഈസ് കോൾഡ് വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ളത്. സോ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഹെൽപ്സ് ബിൽഡ് അപ്പ് മോറൽ വാല്യൂസ് ഇൻ ദ സ്റ്റുഡൻസ്. അവരെന്ത് ചെയ്യും? കുറച്ചുകൂടെ ബെറ്റർ ആൻഡ് റെസ്പോൺസിബിൾ സിറ്റിസൺ ആക്കി മാറ്റും. ആൻഡ് അതോട് സൊസൈറ്റിയുടെ ഒരു വലിയ ഗ്രോത്തിലോട്ട് അത് നയിക്കുകയും ചെയ്യുന്നുള്ള. അപ്പൊ വാല്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന കുറെ വാല്യൂസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, ഷെയർ ആൻഡ് കെയർ ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും പറയാറുള്ളത്, എന്ത്, നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത്, ഇങ്ങനത്തെ ഫ്രീ സെഷൻസ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന സ്വാർത്ഥ താല്പര്യം ഉണ്ടല്ലോ, സെൽഫിഷ് ആറ്റിറ്റ്യൂഡ്, അതൊന്ന് മാറ്റി വെച്ചിട്ട് ഷെയർ ആൻഡ് കെയർ, ഷെയർ ചെയ്ത് കൊടുക്ക്. അപ്പോഴാണ് നമുക്ക് ആ ഒരു മനോഭാവം ഉണ്ടാവുള്ളൂ. നിങ്ങളെല്ലാവരും ഈ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് വെച്ച് നോക്കിക്കേ. എന്തായാലും നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കിടയിൽ UGC നെറ്റുമായി ബന്ധപ്പെട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്ക് എത്തും അല്ലെ? അപ്പൊ ഒരു ഷെയറിങ് കെയറിങ് വരുമ്പോഴാണ് നിങ്ങളുടെ വാല്യൂ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് നടക്കുള്ളൂ. അങ്ങനെ നിങ്ങൾ തിയററ്റിക്കലി പഠിക്കാതെ കുറച്ച് വാല്യൂ ബേസ്ഡ് ആയിട്ട് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, എനിക്ക് എന്തിനാ ഇങ്ങനത്തെ ഡിസ്കഷനും കാര്യങ്ങളും യൂട്യൂബിൽ ഇടേണ്ട ആവശ്യം എന്തിനാ? അല്ലേ? നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കുക. ഒരുപാട് ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ക്ലാസ്സസ് കിടപ്പുണ്ട്. ഹിസ്റ്ററി ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, മലയാളം ആവട്ടെ, പേപ്പർ 1 ആവട്ടെ, അതർ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആവട്ടെ, ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഇതൊക്കെ ഫ്രീ റിസോഴ്സസ് ആ. അത് കൊടുക്കുന്നത് എ കൈൻഡ് ഓഫ് ഷെയറിംഗ് ഓഫ് നോളജ് കൂടിയാണ്. അതിന്റെ ക്വാളിറ്റി കണ്ടിട്ട് കുട്ടികൾ, സ്റ്റുഡൻസ് പെയ്ഡ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അൾട്ടിമേറ്റ് എയിം. ഓക്കെ, പക്ഷെ അവിടെയും ഒരു ഷെയറിംഗ് നടക്കുന്നുണ്ട്. അതോടുകൂടി കുട്ടികൾക്ക് ക്വാളിറ്റി കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ദെൻ ഡൂയിങ് യുവർ ബെസ്റ്റ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നാക്കി എടുത്തോ. റെസ്പെക്ട് ക്രിയേറ്റ് ചെയ്യണം, ഫ്രീഡം വേണം, ഓണസ്റ്റി, ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി, റീയൂസ് ആൻഡ് റീസൈക്കിൾ, ഫോർഗീവ്നെസ്, ഇങ്ങനത്തെ എന്തൊക്കെ വാല്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് മോറലി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ വാല്യൂ എഡ്യൂക്കേഷന്റെ കോൺസെപ്റ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഡിസ്കഷൻ ഏകദേശം മനസ്സിലായിട്ടുണ്ടോ? ഗിവ് മി എ യെസ്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഗിവ് മി യെസ് ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം.
അടുത്തത് ഇങ്ങനത്തെ മാച്ച് ദി പെയർ ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നാമത് കണ്ടോ, കോൺസെപ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഇങ്ങനത്തെ മാച്ച് ദി ഐറ്റംസ് വെച്ചിട്ട് സെറ്റ് 1 ഉം സെറ്റ് 2 ഉണ്ട്, സെറ്റ് 1 ഉം സെറ്റ് 2 ഉണ്ട്. അപ്പൊ അതില് ഇങ്ങനെ 4 ഓപ്ഷൻ ഉണ്ട്, അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നിട്ട് നിങ്ങളുടെ ABCDയിൽ ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ഒരു ആൻസറിലോട്ട് വായോ. ഇത് നിങ്ങൾ വായിച്ചെടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്ന സമയം 40 സെക്കൻഡ്സ് ആണ്, 40 സെക്കൻഡ്സ് ആണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാൻ ഇവിടെ ടൈമർ ഓൺ ആക്കാണ് കേട്ടോ. ടൈംസ് അപ്പ്. സമയം കഴിഞ്ഞിട്ടുണ്ട്. കമന്റ് ചെയ്യുന്നവർ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്യേ. സമയം കഴിഞ്ഞിട്ടുണ്ട്, 40 സെക്കൻഡ്സ്. ഞാൻ എന്തിനാ ഈ ടൈം വെച്ച് പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരരുത്. അതുകൊണ്ടാണ് ഓരോ ഡിസ്കഷനിലും ടൈം കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നത്. 40 സെക്കൻഡ്സ് എന്നുള്ളത് ഒരു മീഡിയം ടൈമാണ്. 1 മിനിറ്റ് വരെ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഉത്തരം കറക്റ്റ് കിട്ടിയാൽ മതി. ഫൈൻ. ഇനി ഇതിനെ എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളതിന്റെ 2 മെത്തേഡാണ് ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ കുട്ടികൾ ചെയ്യുന്ന എന്താ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, എന്നിട്ട് ഇതങ്ങ് വായിക്കും. സമ്മേറ്റീവ് ഇവാലുവേഷൻ ഇത് വായിക്കും, ഇത് വായിക്കും. ഏറ്റവും നല്ലൊരു സിമ്പിൾ കുറുക്ക് വഴി പറഞ്ഞുതരാം. കുറുക്ക് വഴി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാക്ക് പിടുത്തം കിട്ടണം. ഇവിടെ കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സിമ്പിളി അറിയുന്നതാണ്. എന്ത് കണ്ടിന്യൂസ്, തുടർച്ചയായിട്ടുള്ള, കോംപ്രഹെൻസീവ്, വിശാലമായിട്ടുള്ളത് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഈ ടേമിന്റെ അർത്ഥത്തിനേക്കാൾ അപ്പുറത്തോട്ട് അതിന്റെ എക്സ്പ്ലനേഷനാണ് കിട്ടേണ്ടത്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവാലുവേറ്റിംഗ് കോഗ്നിറ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് വിത്ത് റെഗുലാരിറ്റി. റെഗുലാരിറ്റി പറഞ്ഞാൽ എന്താ, റെഗുലർലി. അപ്പൊ റെഗുലർലി എന്ന് പറയുന്നതിനാണ് കണ്ടിന്യൂസ് എന്ന് വിളിക്കുക. കോഗ്നിറ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് പറയുമ്പോൾ കോംപ്രഹെൻസീവ് ആണ്. അപ്പൊ സി എന്ന് പറയുന്നതിൻ്റെ എന്തായിരിക്കും, 1 ആയിരിക്കും വരുന്നത്. അപ്പൊ സിയുടേത് 1 വരുന്നത് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് എ ആണ്. ഉത്തരം കിട്ടി. ഇത് സിമ്പിൾ മെത്തേഡ്, അതായത് നമുക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് ആൻസർ ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത്. മനസ്സിലായോ? അതേ സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നുവാണെന്ത്, എല്ലാം വായിച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണെന്നുള്ളത്. ഞാൻ അതിലോട്ട് വരികയാണ്. ഐ എം യൂസിങ് എ ഡിഫറെന്റ് കളർ ഫോർ ദാറ്റ് വൺ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ. എന്താ സമ്മ്? നമ്മൾ ഇവാലുവേഷന്റെ ക്ലാസ് കഴിഞ്ഞതാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഡിസ്കഷനിലെ. ഓക്കെ, അപ്പൊ അതിൽ കൃത്യമായിട്ട് ഓരോ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. സമ്മ് പറഞ്ഞ എന്താ, ഫൈനൽ 1 അല്ലെ? അപ്പൊ അവിടെ നോക്കിക്കേ, സം എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന നോക്കിക്കേ, ലൈക്ക് ഗ്രേഡിംഗ് ദ ഫൈനൽ ലേണിംഗ് ഔട്ട്കംസ് എന്നുള്ള. അപ്പൊ ഫൈനൽ ആയിട്ട് വരുന്നതാണ് സം എന്നുള്ളത്. ബി എന്ന് പറയുന്നത് 3 ആയിരിക്കും വരുന്നത്. B3 കണ്ടോ, B3 C1 എന്ന് പറഞ്ഞു. പിന്നെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ ഫോർമൽ ആയിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഡിസ്കഷൻ തരുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാം നടത്തുകയാണ്, അത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സസ് ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞു. അതിനുശേഷം കൊടുക്കുന്ന ടെസ്റ്റ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. നിങ്ങൾ NTA നെറ്റ് എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ അത് സമ്മേറ്റീവ് ഇവാലുവേഷൻ കേട്ടോ. അതിനിടക്ക് നടക്കുന്ന ഓരോ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് പ്രോഗ്രാംസ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ക്വിസും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ നോംസ് ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ് എന്ന് പറയുന്ന ഒരു ഡിസ്കഷനൂടെ വരുന്നുണ്ട്. നോംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസിന്റെ ഇടയിൽ കമ്പയർ ചെയ്തിട്ട് എടുക്കുന്നതാണ്. നിങ്ങൾ ഒരു 100 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്കിടയിൽ ചില കമ്പാരിസൺ നടത്തിയിട്ട് ഞാൻ നിങ്ങളിൽ നിന്നും 10 ബെസ്റ്റ് ആൾക്കാരെ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പൊ സ്റ്റുഡൻസിന്റെ ഇടയിൽ കമ്പാരിസൺ നടത്തിയിട്ട് എടുക്കുന്നതിനാണ് നോംസ് എന്ന് പറയുക. അതിന് ചില നോംസ് ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് ചില ക്രൈറ്റീരിയ ഞാൻ ഓൾറെഡി വെച്ചു. സ്ഥിരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവര്, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവര്, യൂണിറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവര്, അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഓഫർ കൊടുക്കാൻ തീരുമാനിച്ചു വിചാരിക്കുക. അപ്പൊ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആരാണോ, അപ്പൊ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടുള്ളതാണ് ക്രൈറ്റീരിയ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടോ, ടെസ്റ്റ് ആൻഡ് ദർ ഇന്റർപ്രിട്ടേഷൻ ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് ആൻഡ് സെർട്ടൻ യാർഡ് സ്റ്റിക്. അതായത് സെർട്ടൻ കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ഡിസ്കഷനെയാണ് നോംസ് ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് എന്ന് പറയുന്നത്.
എനിഹൗ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നമ്മൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഇവിടെ കണ്ടോ, ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ സിസ്റ്റത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. പ്ലേസ്മെന്റ് ഇവാലുവേഷൻ, ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ തരും. അതായത് നിങ്ങൾക്ക് ചിലപ്പം ഒരു കോൺസെപ്റ്റ് തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ എ ബി സി ഡിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, ഈ ചോദ്യം ചോദിക്കാം. അതുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് എന്ത്, കുറച്ച് എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു റൈറ്റ് പേഴ്സണെ റൈറ്റ് പ്ലേസിലോട്ട് തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ളതാണ് പ്ലേസ്മെന്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നെറ്റ് എക്സാമിനേഷൻ. എന്താണ്, ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടാകേണ്ട ഒരാൾക്ക് നമുക്ക് നെറ്റ് എക്സാമിനേഷൻ നടത്തിയിട്ട് കൊണ്ടുവരാം. ഒരു പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ഫോർമറ്റീവ് ഇവാലുവേഷൻ നമ്മൾ പറഞ്ഞു എന്ത്, ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഞാനിപ്പോ പറഞ്ഞു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ആ ക്ലാസ് കഴിയാറായി, ബാക്കി ക്ലാസ്സസ് ഉണ്ട്. അതായത് നമ്മുടെ ക്ലാസിന്റെ ഡ്യൂറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അതിനിടയിൽ നടത്തുന്ന എക്സാമിനേഷൻ ആണ് എന്ത്, ഫോർമറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതിലൂടെ ഫീഡ്ബാക്കും കാര്യങ്ങളും സ്റ്റുഡൻസിന് കൊടുക്കുന്നുള്ളതാണ്. സമ്മറ്റീവ് ഇവാലുവേഷൻ പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോഗ്രാം ആണ് വരുന്നത്, ആ എൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ കോഴ്സ്. ഫൈനലി നമ്മൾ നടത്തുന്ന ഫുൾ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് എന്ത്, സമ്മറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്ന രൂപത്തിലോട്ട് വരുന്നത് കേട്ടോ. പിന്നെ CC, കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്, റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസ് നമ്മൾ നടത്തുന്നു എന്നുള്ളത് ഫോർ ഓവറോൾ ദ ഡെവലപ്മെന്റ്. അതിൽ കോംപ്രഹെൻസീവ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ തലത്തിലും, മെന്റൽ ആകാം, ഇമോഷണൽ ആകാം, ഫിസിക്കൽ ആകാം, എല്ലാ തലത്തിലും കുട്ടികളുടെ ഒരു ഉന്നമനം ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡിഫറെന്റ് ഇവാലുവേഷൻ സിസ്റ്റംസ് ഉപയോഗിക്കുന്നതിനാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? യെസ് ഓർ നോ? ഈ ഡിസ്കഷൻ ഓക്കെ അല്ലേ? നിങ്ങളുടെ കമന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഐ ക്യാൻ പ്രൊസീഡ്. യാ, ഫൈൻ ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു 40 സെക്കൻഡ്സിന്റെ ടൈമാണ് തരാൻ വേണ്ടി പോകുന്നത്. കൃത്യമായിട്ട് ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എല്ലാവരും ആൻസർ ചെയ്യാൻ കേട്ടോ. ടൈം സ്റ്റാർട്ട്സ് നൗ. 40 സെക്കൻഡ്സ്. കൃത്യമായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 40 സെക്കൻഡ്സ്. എല്ലാവരും കമന്റ് ചെയ്യൂ. വെരി ഗുഡ്. ടൈം കഴിഞ്ഞു കേട്ടോ. ടൈം സ്റ്റോപ്പ്. സമയം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാത്തവര് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ടൈമിൽ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് കീപ് പ്രാക്ടീസിങ്, കീപ് ലേണിംഗ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റിന്റെ സ്ട്രക്ചർ നോക്കുക. നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. എന്നിട്ട് 1 2 3 4 5 6 6 ഇവിടെ ഉണ്ട്. പക്ഷെ ഓപ്ഷൻസിലൊക്കെ എന്തേ ഉള്ളൂ, 3 കാണുന്നുള്ളൂ. അപ്പൊ 3 ശരി, 3 തെറ്റാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ ഈസിയാണ് ആൻസർ ചെയ്യാൻ. നിങ്ങൾ ഒരിക്കലും അയ്യോ സർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കുകയെന്ന് തോന്നുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞേ, ജസ്റ്റ് കമന്റ് ഇട്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ടെൻഷൻ അടിക്കാൻ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? നോ നീഡ് ബേസിക്കലി. കാരണം ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആ. നിങ്ങൾ ഇങ്ങനത്തെ ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ബി ദാറ്റ് കഥാപാത്രം, ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ എന്നിട്ട് ആലോചിച്ച് നോക്കിക്കേ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വിച്ച് കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ് ഫാക്ടേഴ്സ്. പോസിറ്റീവ് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യണം. കോൺട്രിബ്യൂട്ട് ടു എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ്. ഞാൻ ടീച്ചറാണ് എന്ന പോലെ നിങ്ങളും ടീച്ചർമാരായിട്ട് സങ്കല്പിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിലേതാണോ ബെസ്റ്റ് എന്ന് തോന്നുന്നത് അതിനങ്ങ് പിക്ക് ചെയ്തോ. ഉത്തരം ശരിയാവും. ഞാനൊരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ എന്റെ ടീച്ചിങ് എഫക്റ്റീവ് ആകണം, വളരെ പ്രൊഡക്റ്റീവ് ആവണം.
അല്ലേ? അപ്പൊ അതിനാണ് എന്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള എയ്ഡുകളും ഈ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കൃത്യമാകാൻ വേണ്ടിയാണ്. അപ്പൊ അതിന് സഹായിക്കുന്ന പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഞാൻ നല്ല രീതിയിൽ ടീച്ചിങ് എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എനിക്ക് വേണം? ഒറ്റ ചോദ്യമേ ഉള്ളൂ, അതാണ് ചോദ്യം. അങ്ങനെ ആലോചിക്കുക. അപ്പൊ ഞാൻ അങ്ങനെ ഒന്നാമത്തെ ഓപ്ഷൻ വായിക്കുകയാണ്, ടീച്ചേഴ്സ് നോളജ് ഓഫ് ദ സബ്ജക്ട്. ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് എനിക്ക് നല്ല അറിവുണ്ടെങ്കിൽ അത് എഫക്റ്റീവ്നെസ് കൂട്ടോ കൂട്ടില്ലേ? ഡെഫിനറ്റ്ലി കൂട്ടും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ എന്തായാലും ഉണ്ടാവും. ഓപ്ഷൻ എ ഉള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, ഉത്തരം കിട്ടി, ഡി. ഖലാസ്, ഗെയിം ഈസ് ഓവർ. ദ മെത്തഡ് ഈസ് വെരി സിമ്പിൾ. ബാക്കി 5 ഞാൻ വായിച്ചില്ല. സൂപ്പർ മെത്തേഡ് അല്ലേ? സിമ്പിൾ മെത്തേഡ് അല്ലേ? വാട്ട് യു ഫീൽ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ടീച്ചറുടെ നോളജ് ആണ്. അതുണ്ടെങ്കിൽ എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ഒന്ന് കൂടും. ഞാൻ നിങ്ങൾക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിപ്പിച്ചു തരുന്നത് എനിക്ക് ആ ടോപ്പിക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ്. അതുപോലെ എനിക്ക് അതിൽ അത്യാവശ്യം കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ്. എന്താണ് ആ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് എന്റെ നോളജ് ആണ്. അതുകൊണ്ട് അതിൽ എഫക്റ്റീവ്നെസ് ഉണ്ട്. അപ്പൊ ടീച്ചർ നോളജ് മസ്റ്റ് ആണ്. സോ ഓപ്ഷൻ എ ഉണ്ട്. ബാക്കി കണ്ട് ഒഴിവാക്കി. യു ഗോട്ട് ദ ആൻസർ. ഇനി പറ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണോ? എപ്പോഴും ഇങ്ങനെ പോസിബിളി വരണം എന്നില്ല. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളോട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇവിടെ അടുത്ത ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഐ എം യൂസിങ് ഡിഫറെന്റ് കളർ. ടീച്ചേഴ്സ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ എന്ത് ബാക്ക്ഗ്രൗണ്ട് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഡെഫിനറ്റ്ലി യു ഗൈസ് ഡസ് നോട്ട് നോ. അതിന്റെ ആവശ്യമില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓഫ് ടീച്ചർ, ദാറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങളോട് ക്ലാസ് റൂമിൽ വന്നിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, ഇങ്ങനെ കുറച്ച് പഠിച്ചാൽ മതി, ഇതാണ് ഇതിന്റെ ഉത്തരം എന്ന് മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഐ ഷുഡ് എക്സ്പ്ലെയിൻ വൈ ദിസ് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റണം. അതെന്റെ കമ്മ്യൂണിക്കേഷന്റെ സ്കില്ലാണ്. കൃത്യമായിട്ട് ഒരു വിഷയത്തെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. പിന്നെ ടീച്ചേഴ്സ് എബിലിറ്റി ടു പ്ലീസ് ദ സ്റ്റുഡൻസ്. നിർബന്ധമില്ല. നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിരിച്ചേ എന്ന് ഞാൻ പറയില്ലല്ലോ. ഞാൻ ചീത്ത പറയലുള്ളൂ. ദാറ്റ് ഈസ് സംതിങ് വെരി കോമൺ തിങ്. അങ്ങനത്തെ കുറച്ച് കാര്യം അറിഞ്ഞിരിക്കുക. ദെൻ ടീച്ചേഴ്സ് പേഴ്സണൽ കോൺടാക്ട് വിത്ത് സ്റ്റുഡൻസ്. നിർബന്ധമില്ല. പേഴ്സണൽ കോൺടാക്ട് അത്ര നിർബന്ധമില്ല. കാരണം നമ്മൾ തന്നെ ഓൺലൈനിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും പേഴ്സണലി അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. പക്ഷെ അത് എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പക്ഷെ സഹായിച്ചേക്കാം, പക്ഷെ അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് അല്ല. ദെൻ ടീച്ചേഴ്സ് കോമ്പിറ്റൻസി ഇൻ മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ് ദ ക്ലാസ് റൂം ട്രാൻസാക്ഷൻ. ദാറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? നമ്മൾ ക്ലാസ് റൂമിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾ അത് ആൻസർ ചെയ്യാതെ ഇങ്ങനെ അന്തം വിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കും. ഇപ്പൊ കുറച്ച് ആൾക്കാർ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ എന്തിനാ നിങ്ങളിവിടെ ഇരിക്കുന്നേ എന്നുള്ള ചോദ്യം ഉണ്ട്. അപ്പൊ ടീച്ചർ അത് മാനേജ് ചെയ്യാണ്. ക്ലാസ് റൂമിലെ ഇവന്റും ട്രാൻസാക്ഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ആ ക്ലാസ് റൂമിന്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം ടീച്ചറുടെ കയ്യിലോട്ട് വരും. ഞാനിവിടെ ഓൺലൈൻ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ അത് ഓഫ്ലൈൻ ആയിട്ട് ചിന്തിച്ചാൽ മതി. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഡിസ്കഷൻ ക്ലിയർ അല്ലേ? കൂൾ? യെസ് ഓർ നോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്നുള്ളതോ അല്ലെങ്കിൽ കൂൾ എന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യും. എന്നാലേ എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് കാണുള്ളൂ. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റിയോ നിങ്ങൾക്ക് കുറെ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. There we are. Thank you guys. Let's proceed. Oh, answer. Another question. 15 സെക്കൻഡ്സിനേക്കാൾ കൂടുതൽ എടുക്കരുത്. നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. ടൈം സ്റ്റാർട്ട്സ് നൗ. ജസ്റ്റ് റീഡ് ആൻഡ് ആൻസർ. എല്ലാവരും ആൻസർ ചെയ്യട്ടോ, കമന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒരിക്കലും പഠിച്ച് കേട്ട് വിടേണ്ട ടോപ്പിക് അല്ല. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹാവിംഗ് എ ഗുഡ് ലേണിംഗ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഫൈൻ, ടൈംസ് അപ്പ്. സിമ്പിൾ ചോദ്യാ. ഞാൻ ഇപ്പൊ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ ഞാൻ കാണിച്ചു തന്നു. അങ്ങനെ ആലോചിച്ചാൽ മതി. കൂട്ടത്തിലൊരു കാര്യം കൂടെ, നിങ്ങൾ പേപ്പർ 1 ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പേപ്പർ 1 നിങ്ങൾക്ക് 80 മാർക്സ് 80 മാർക്സ് നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് JRF കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എത്രമാത്രം പേപ്പർ 1 മാർക്ക് കുറയുന്നു അത്രയും നിങ്ങൾ ഔട്ട് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മാക്സിമം പേപ്പർ 1 മാർക്ക് കൂട്ടുക. പേപ്പർ 1
അഫോർഡബിൾ ആയിട്ടുള്ള 2 കോച്ചിങ് ക്രിസ്റ്റൽ കൊടുക്കുന്നുണ്ട്. അറിയാത്തവർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു മെന്റർഷിപ്പ് ബാച്ച് ഉണ്ട്, ഒരു ഫുൾ ലൈവ് ബാച്ചും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നടത്തുക. ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇൻഫർമേഷൻ ഒക്കെ ഒന്ന് പാസ് ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. കാരണം നിങ്ങൾ എന്തായാലും എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിനേക്കാൾ നല്ലൊരു എഫേർട്ട് ടീച്ചേഴ്സ് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ സക്സസ് ആക്കാൻ നോക്ക്. ക്വസ്റ്റ്യനിലോട്ട് വരാം കേട്ടോ. യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ഈസ് ജസ്റ്റിഫൈഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ്. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഒരു ഇയർഫോൺ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ പെൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ എഴുതുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതുന്നത് കൊണ്ടും ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ഫീലാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഞാനത് ചെയ്യുന്നത്? അട്രാക്ടിങ് സ്റ്റുഡൻസ് അറ്റൻഷൻ ഇൻ ദ ക്ലാസ് റൂം, യെസ്, അതിനു വേണ്ടിയാണ്. മിനിമൈസിങ് ദ ഇൻഡിസിപ്ലിൻ പ്രോബ്ലംസ് ഇൻ ദ ക്ലാസ് റൂം, യെസ്, അതിനും വേണ്ടിയാണ്. ഒപ്റ്റിമൈസിങ് ലേണിംഗ് ഔട്ട്കംസ്, യെസ്, അതിനും വേണ്ടിയാണ്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി എഫക്റ്റീവ് എൻഗേജ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് ടാസ്കിനല്ലേ? എഫക്റ്റീവ് എൻഗേജ്മെന്റിന് വേണ്ടിയല്ലേ? എന്നാലല്ലേ ഇതിലെ ഏറ്റവും പോസിറ്റീവ് ബെസ്റ്റ് റിഫ്ലക്ഷൻ ഫോർ ദ സ്റ്റുഡന്റ് ഏതാ? ഞാൻ ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടേണ്ടത് എനിക്ക് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് സ്റ്റുഡന്റിനാണ്, ലേണർക്കാണ്. ആ ലേണർക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് വേണ്ടത്? ഒരു എഫക്റ്റീവ് എൻഗേജ്മെന്റ് ആണ് വേണ്ടത്. അതിനു വേണ്ടിയാണ്. അപ്പൊ അതാണ് ഇതിലെ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ എല്ലാം ശരിയായിട്ട് തോന്നുമെങ്കിലും ബെസ്റ്റ് ആൻസേഴ്സ് പിക്ക് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കണം എന്നുള്ളത്. ക്ലിയർ ആണോ? യെസ്, ഫൈൻ. ക്ലിയർ അല്ലേ? Shall I proceed to the next one? അഞ്ചാമത്തെ ഒരു അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കും. ഞാൻ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയും ഒരു 40 സെക്കൻഡ്സ് സമയം തരുവാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് വായിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ടൈംസ് അപ്പ്. സമയം കഴിഞ്ഞിട്ടുണ്ട്. കൊമന്റ് ചെയ്യാനുള്ളവർ പെട്ടെന്ന് കൊമന്റ് ചെയ്തേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടൈം മാനേജ്മെന്റ് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ ആ സമയം കൊണ്ട് വായിക്കാനുള്ള ഒരു സ്പീഡ് കൊണ്ടുവരണം എന്നുള്ളതാണ്. ചിലപ്പം പ്രോസസ് ചെയ്യാൻ ടൈം എടുത്തേക്കാം, പക്ഷെ പതിയെ പതിയെ നിങ്ങൾ അഡാപ്റ്റ് ആവും ബൈ ഫ്രീക്വന്റ്ലി ഡൂയിങ് മോർ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഭാവിയിൽ കൂടുതലും നമ്മൾ ക്ലാസ് റൂമിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ചിലത് മാത്രമാണ് യൂട്യൂബിൽ ഡിസ്കഷൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ക്രിസ്റ്റലിന്റെ പേപ്പർ 1 കോഴ്സസ് മെന്റർഷിപ്പ് ബാച്ച് ആയിട്ടും ഫുൾ ലൈവ് ബാച്ച് ആയിട്ടുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലുണ്ട്. ആവശ്യമുള്ള ആൾക്കാർ ഉടനെ തന്നെ അത് സീക്ക് ചെയ്യണം, മിസ്സാക്കരുത്. പേപ്പർ 1-ൽ 80+ മാർക്സ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് JRF നെറ്റും കിട്ടുന്ന ഒരു സാധ്യതയിലോട്ട് വരുള്ളൂ. കാരണം അത്രയും കോമ്പറ്റീഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ കാര്യം അറിഞ്ഞിരിക്കാം. ഇനി അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പിലെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ ഒരു മെത്തേഡൂടെ പറഞ്ഞുതരാം, എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാണ്. അസേർഷൻ റീസൺ ഉണ്ട്. ഇവിടെ നിങ്ങൾ അസേർഷൻ റീസൺ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട് ഇതിന്റെ സ്റ്റെപ്പുകളാട്ടോ ഞാൻ ഇവിടെ എഴുതുന്നത്. എപ്പോഴും എഴുതി പഠിപ്പിക്കാറുണ്ട്, നിങ്ങൾ അങ്ങനെ തന്നെ വായിക്കുക. ഒന്നാമത്തതിനെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് വിളിക്കുക. അത് എന്നിട്ട് വായിക്കുക, അത് റീഡ് ചെയ്യുക, എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ വായിക്കുക. അതായത് അസേർഷൻ റീസൺ ഉള്ള പേരുകൾ മാറ്റിയിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യും. അതും വായിക്കുക, എന്നിട്ട് അതിന് ശരിയാണോ തെറ്റോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഹാഫ് ഓഫ് ദി ഉത്തരം എന്തായാലും എത്തും, അല്ലെങ്കിൽ ഫുൾ ഉത്തരം കിട്ടും. അത് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നാമത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വായിക്കുന്നത്. ദ പർപ്പസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഈസ് ടു പ്രൊമോട്ട് ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് എബിലിറ്റീസ് എമംഗ് സ്റ്റുഡൻസ്. ഈ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ +2 കഴിഞ്ഞു, ഡിഗ്രി ചെയ്തു, PG ചെയ്തു, ഇതൊക്കെ എന്തിനാ? നിങ്ങൾക്ക് ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ക്രിയേറ്റീവ് തിങ്കിങ്സ് കൂട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ആ ലേണിംഗ് പ്രോസസ് സഹായിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാണ്. അപ്പൊ ഇത് ശരിയാണ്, ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാ. അപ്പൊ
ശരിയാണ്. അപ്പൊ എ ശരിയല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഇത് അപ്പൊ തന്നെ വെട്ടിക്കൂടെ? ഇങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്ത് വരേണ്ടത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇത് ശരിയാക്കി വെച്ചു. ഇനി രണ്ടാമത്തെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നത്, നോട്ട് റീസൺ. നമ്മൾ അപ്പൊ ഈ ടാസ്ക് കഴിഞ്ഞു കണ്ടോ. ഇനി രണ്ടാമത്തെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ടാണ് വായിക്കുന്നത്. അപ്പൊ ഇതിനെ സ്റ്റേറ്റ്മെന്റ് 1 എന്നുള്ള മനസ്സിൽ കൊണ്ടുവരിക, ഇതിന് സ്റ്റേറ്റ്മെന്റ് 2 എന്നുള്ള ഒരു മനസ്സിലും കൊണ്ടുവരിക. ദീസ് എബിലിറ്റീസ് എൻഷുർ ജോബ് പ്ലേസ്മെന്റ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നതിന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ് ദീസ് എന്നുള്ള ഒരു വാക്കുകൂടെ കൊടുത്തിരിക്കുന്നത്. ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് കുട്ടികളിലോട്ട് കൂട്ടുന്നതോടുകൂടെ അത് ജോബ് പ്ലേസ്മെന്റ് എൻഷുർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. എൻഷുർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ജോലി ഉണ്ടോ എല്ലാവർക്കും? നോ, ഈസ് നെവർ ഗ്യാരണ്ടീഡ് അല്ല. മീൻസ് ഗ്യാരണ്ടീഡ് അല്ല ഇത് ഒരിക്കലും ജോബ് ഉണ്ടല്ലോ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള വരുന്നതാണ്. അപ്പൊ ഞാനിത് തെറ്റ് കൊടുത്തു. അപ്പോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി എന്ന് പറയുന്നത് ഏതൊക്കെയാ? വേണ്ട, ബോത്ത് എ ആൻഡ് ആർ ട്രൂ എന്നാ പറഞ്ഞത്. അല്ല, രണ്ടാമത്തെ തെറ്റാണ്. ഇതിലും ബോത്ത് എ ആൻഡ് ആർ ട്രൂ എന്നാ പറഞ്ഞിരിക്കുന്നത്, അതും തെറ്റാണ്. അപ്പൊ ഉത്തരം എന്താ വരിക? ഇതാ വരുന്നത്, എ ഈസ് ട്രൂ, ആർ ഈസ് ഫാൾസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് സ്റ്റെപ്പ് ആദ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അസർഷൻ റീസൺ ആണെങ്കിൽ പോലും ഫസ്റ്റ് തന്നെ ഉത്തരം എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി ഇൻ കേസ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഈ നോക്കിക്കേ, ദീസ് എബിലിറ്റീസ്, ഞാനിവിടെ ഒരു വാക്ക് ആഡ് ചെയ്യാട്ടോ നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ ലെവലിംഗ് കൂട്ടാൻ വേണ്ടി. ദീസ് എബിലിറ്റീസ് മൈറ്റ് എൻഷുർ ജോബ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ജോബ് പ്ലേസ്മെന്റ് ഈ ഒരു എബിലിറ്റീസ് കൂട്ടിയേക്കാം എന്നുള്ളൊരു പോസിബിലിറ്റിയേ ഉള്ളൂ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവും. അപ്പൊ ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആയിരിക്കും അല്ലെ? കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ശരി. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാ. അപ്പൊ നിങ്ങൾ നോക്കേണ്ട മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ റീസൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തതിന്റെ കാരണമാണോ എന്നുള്ളത്. ഇവിടെ കാരണമല്ല. കാരണം ഇത് രണ്ടും ജോബുമായിട്ടുള്ള റിലേഷനിൽ വരുന്ന ഒന്നല്ല ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്. അതുകൊണ്ട് ഇത് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കേണ്ടത്. അതായത് ഒന്നും രണ്ടും ശരിയായി കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ നോക്കേണ്ടത്, ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണോ നോക്കുക, രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണോ നോക്കുക. രണ്ടും ശരിയായി കഴിഞ്ഞാൽ മൂന്നാമത് നിങ്ങൾ നോക്കേണ്ടത് വെദർ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ലിങ്ക്ഡ് ഓർ ആസ് എ റീസൺ ഫോർ ഫസ്റ്റിലോട്ടുള്ള റീസൺ ആണോ അല്ലേ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഇവിടെ എന്തായാലും അതല്ല. അപ്പൊ അങ്ങനെ ആയിരിക്കും ഉത്തരം വരുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്താലേ ശരിയാവുള്ളൂ. പറയുമ്പോൾ അതിന്റെ ലിമിറ്റേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഭാവിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയാക്കാം. സോഫാർ ഓക്കെ അല്ലേ? ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? യാ. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞതുപോലെ മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. വാല്യൂ എഡ്യൂക്കേഷനിലാണ് ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ ഉള്ളത്. അപ്പൊ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മൾ ഡിസ്കഷൻ താൽക്കാലികമായിട്ട് ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. സ്റ്റാറ്റസ് വെക്കാൻ പറ്റുന്നവരൊക്കെ സ്റ്റാറ്റസ് ആക്കി വെക്ക്. ലെറ്റ് ദം സീ, ലെറ്റ് ദം ലേൺ. പിന്നെ പറഞ്ഞ പോലെ 2 കോഴ്സസ് പേപ്പർ 1 ഉണ്ട്, മിസ്സാക്കാതെ അത് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 80+ മാർക്സ് സ്കോർ ചെയ്യിപ്പിക്കുന്ന വിധത്തിലോട്ടുള്ള ലേണിങ്ങും ഗൈഡൻസ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആസ് ഓഫ് നൗ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ ജോയിനിങ് ഗൈസ്. കീപ് ലേണിംഗ്. ബൈ. താങ്ക് യു.